മഹാലക്ഷ്മി. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹരിയേട്ടൻ എന്തായി പറയുന്നേ? ലോകത്ത് ഏതെങ്കിലും ഒരു ഭർത്താവ് ചെയ്യുന്നൊരു കാര്യമാണോ ഇത്? ഞാൻ സമ്മതിക്കില്ല. മഹി, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിന്നെ ഞാൻ ഒരിക്കലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നല്ല. എനിക്ക് വേറെ വഴിയില്ല. നീ ഇതിന് സമ്മതിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്ത് പ്രശ്നം? ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് ഇതിനെ വേറൊരു ഭാര്യ എന്ന പേരല്ലേ ഉള്ളൂ. നിനക്കൊരു അമ്മയാവാൻ കഴിഞ്ഞോ? 3 വർഷമായി കെട്ടുകഴിഞ്ഞിട്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ കെട്ടിയിട്ട് 2-3 പിള്ളേരായി. ഇവിടെ എനിക്ക് കൊള്ളി വെക്കാൻ പോലും ഒരു കൊച്ചിനെ എന്നെ ഒരു അച്ഛനാക്കാൻ നിനക്ക് പറ്റിയോ? പറ, പറ്റുമോ? അത് കേട്ടതും മഹിയുടെ നെഞ്ചിലൊരു വലിയ ഭാരം അനുഭവപ്പെട്ടു. ഞാൻ എത്രയോട്ടം പറഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഹരിയേട്ടൻ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ? ഓ, ഇനി ഞാൻ അതിനും കൂടി സമ്മതിക്കാം. എടി, എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പമുള്ളത് നിനക്കല്ലേ? അത് ഡോക്ടർ നിന്റെ മുഖത്തോക്കി പറഞ്ഞല്ലേ. പിന്നെ നീ പറയുന്നിടത്ത് വരെ എന്നെ കിട്ടില്ല. എൻ്റെ കയ്യിൽ അതിനുള്ള കാശുമില്ല. അതുകൊണ്ട് നീ ഇതിന് സമ്മതിച്ചേ പറ്റൂ. ഹരിയേട്ടാ, ഇപ്പം എല്ലാ അസുഖങ്ങൾക്കും മരുന്നുണ്ട്, ചികിത്സയുണ്ട്, ഡോക്ടർ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഇങ്ങനെ വാശി പിടിച്ചെന്നാ ഒന്നും നടക്കില്ല ഹരിയേട്ടാ. വേണ്ടടി, നടക്കണ്ട. പക്ഷെ ഞാൻ തീരുമാനിച്ച കാര്യം നടത്തും. അതിന് നീ തടസ്സം നിൽക്കരുത്. നിന്നാ അറിയാലോ പിന്നെന്താ ഉണ്ടാവുമെന്ന്. ഇറങ്ങിപ്പോവാനും പോയി നിൽക്കാനും കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടോ നിനക്ക്? എൻ്റെ അമ്മ അന്നേ പറഞ്ഞ അനാഥ പെണ്ണിനെ കെട്ടി വീട്ടിൽ കയറ്റി ഐശ്വര്യക്കേടാണെന്ന്. ഞാൻ കേട്ടില്ല. അതിന്റെ ശിക്ഷയാ ഞാനിപ്പോൾ അനുഭവിക്കുന്നേ. ഹരിയുടെ വാക്കുകൾ കൂരമ്പ് പോലെയാണ് മഹിയുടെ നെഞ്ചിൽ കയറിയത്. ഹരിനാരായണൻ, മഹാലക്ഷ്മി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതുവരെ കുട്ടികളായിട്ടില്ല. കുറെ കാത്തിരുന്ന് അവസാന അമ്മയുടെ നിർബന്ധം കാരണം ഒരു ഡോക്ടറെ കണ്ടപ്പോൾ മഹിക്ക് ചെറിയ പ്രശ്നമുണ്ട്. എന്നാൽ ചികിത്സിച്ചാൽ ഫലം കാണുമെന്ന് ഡോക്ടർ എടുത്തു പറഞ്ഞു. പക്ഷെ ഹരിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം മരുന്ന് കഴിച്ച് കുഞ്ഞിനെ ഉണ്ടാക്കാൻ ഹരി ആഗ്രഹിച്ചില്ല. അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞിന് എന്തെങ്കിലും കുറവുകളുണ്ടാകുമെന്ന് ഹരി കരുതിയിരുന്നു. അതുകൊണ്ട് മഹിയുമായി ഇതുവരെ ഒരു ചികിത്സക്കും പോയിട്ടില്ല. എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടല്ല ഹരിയേട്ടൻ വിവാഹം കഴിച്ച്. അന്ന് ഹരിയേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞ് എന്തു വന്നാലും എന്ത് സംഭവിച്ചാലും കൂടെ ഉണ്ടാവുമെന്നും ഉപേക്ഷിക്കില്ലെന്നും. അവൻ നിന്നെ ഉപേക്ഷിക്കില്ല. നീ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നീ ഒന്ന് ഓർത്തു നോക്ക്, ഈ വിവാഹം നടന്ന ഈ കുടുംബം തന്നെ രക്ഷപ്പെടും. ഒരു കോടീശ്വരന്റെ മോളുടെ ആലോചനയായത്. ഈ വീടിന്റെ എല്ലാ ബാധ്യതയും അയാൾ തീർക്കും. പിന്നെ നല്ല സ്ത്രീധനം കൊണ്ടാ ഗീതാഞ്ജലി വരുന്നത്. വന്നു കയറിയ മഹാലക്ഷ്മിയെ നീ ആയിട്ട് ആട്ടി അകറ്റരുത്. നിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ മഹാലക്ഷ്മി. വന്നപ്പോൾ വല്ലതും കൊണ്ടുവന്നോ നീ? മായി കണ്ണീരോടെ തലകുനിച്ച് നിന്നു. താൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത അമ്മയും ഭർത്താവുമല്ല ഇപ്പൊ തന്റെ മുമ്പിൽ നിൽക്കുന്നത്. പണം കണ്ടപ്പോൾ അവർ സ്നേഹം മറഞ്ഞിരിക്കുന്നു. നോക്ക് മഹി, അവൾ വന്നാലും നീ എനിക്ക് എന്റെ മൈ തന്നെ ആയിരിക്കും. പിന്നെ അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ആദ്യമായിട്ടാണെന്നാ. അതുകൊണ്ട് നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. അതുകൂടി കേട്ടതും മഹിയുടെ ക്ഷമ നശിച്ചു. അവൾ ദേഷ്യത്തോടെ ഹരിയെ നോക്കി. എന്താ ഹരിയേട്ടൻ പറഞ്ഞ്? ആദ്യത്തെ കെട്ടുകാരനാണെന്നോ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? നിയമപ്രകാരം ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ? നീ എന്താ പറഞ്ഞു? നിയമപ്രകാരം നീ എന്റെ ഭാര്യയാണെന്നോ? എടി, എന്നെ 4 ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് ഏതോ ഒരു അമ്പലത്തിൽ പോയി താലി കെട്ടി നിന്നെ എന്റെ കൂടെ കൂട്ടിയതാ. നിയമപ്രകാരം നമ്മൾ വിവാഹിതരല്ല. അതിന്റെ രേഖകളും സർട്ടിഫിക്കറ്റും ഒന്നും ഇല്ല. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാ നീ എന്റെ ആരുമല്ല. പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഇവിടെയല്ല ഞാൻ താമസിക്കുന്നത്. ഞാൻ ഈ വീട് വെക്കാൻ തീരുമാനിച്ചു. ഗീതാഞ്ജലിയുടെ അച്ഛനിക്ക് സിറ്റിയിൽ നല്ലൊരു വീട് മേടിച്ചു തന്നിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. കൂടെ എന്നെ അമ്മയും ഉണ്ടാവും. വേണമെങ്കിൽ നിനക്കും വരാം. എന്താ, സമ്മതാണോ? ഹരി പറഞ്ഞു കേട്ട് മൈ തറഞ്ഞു നിന്നു. ശമ്പളമില്ലാത്തൊരു ജോലിക്കാരിയായി വരണം അല്ലേ ഹരിയേട്ടാ? എന്നാലും നിങ്ങൾ എന്നെ ഇങ്ങനെ ചതിക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. നോക്ക്, നിനക്കും കൂടെ വരാം. നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. എൻ്റെ കാര്യങ്ങൾ നോക്കി അവിടെ കഴിയാൻ നിനക്ക്. ഇല്ലമ്മേ, ഞാൻ വരില്ല. എന്നെ നിർബന്ധിക്കരുത്. പിന്നെ നീ എങ്ങോട്ട് പോകാനാ? അല്ല, ഇനി മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ പറ്റില്ല. ഏയ്, അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുക. ആള് വരും. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. മായി തലയുയർത്തി ഹരിയെ നോക്കി. നീ വരുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ നിന്നെ അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. 3 വർഷം എൻ്റെ ഭാര്യയായി ജീവിച്ചല്ലേ. എൻ്റെ കാര്യങ്ങളും എൻ്റെ അമ്മയുടെ കാര്യങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളും നന്നായി നോക്കിയതല്ലേ. അപ്പൊ നിന്നെ നല്ലൊരു സ്ഥലത്ത് തന്നെ ആക്കണം. നീ എന്താ മോനെ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ എൻ്റെ കാശിയാനായ ബോസിനെ പറ്റി? പുള്ളിക്കാരൻ്റെ അമ്മ ബാത്റൂമിൽ വഴുതി വീണ് കിടപ്പില്ല. നല്ല ചികിത്സ കൊടുത്ത് അവർ എഴുന്നേറ്റടക്കും. അതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അവർ നോക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ആഴ്ച വിവാഹം കഴിഞ്ഞ് പോയി. ഇപ്പം അങ്ങോട്ട് വരാറില്ലെന്നാണ് കേട്ടത്. ഇപ്പം അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്ന സാറിൻ്റെ അച്ഛനും കൂടിയാണ്. കഴിഞ്ഞ ദിവസം പുള്ളിയോട് പറഞ്ഞു അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ കിട്ടുമെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ വന്ന മുഖം ഇവിടെയാ. എന്താ, നീ റെഡിയാണോ എൻ്റെ ബോസിൻ്റെ അമ്മയുടെ ഹോം നേഴ്സ് ആവാൻ? ഞാനെന്തിനാ പോകുന്നേ? അയാൾക്ക് ഭാര്യയില്ലേ? പുള്ളി കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സ് ആയതാ. എന്താ മോനെ കാരണം? ആള് നല്ല കലിപ്പനാ. അതുകൊണ്ട് ബന്ധം അധികം നാൾ പോയില്ല. 1 വർഷത്തെ ദാമ്പത്യം, 2 പിരിഞ്ഞു. അതുകൊണ്ട് നീ തൽക്കാലം അങ്ങോട്ട് പോയിക്കോ. അവരുടെ കാര്യങ്ങൾ നന്നായി നോക്കി അവിടെ നിൽക്കാൻ നിനക്ക്. മാത്രമല്ല നല്ല സാലറിയും കിട്ടും. ഓക്കെ അല്ലേ? അവൾ നിറമിഴികളോടെ ഹരിയെ നോക്കി. എത്ര പെട്ടെന്നാണ് തന്റെ ജീവിതം മാറി മറിഞ്ഞത്.
ആരുമില്ലാത്ത ഒരു അനാഥയ്ക്ക് സ്വപ്നങ്ങൾ കാണാൻ പോലും അവകാശമില്ലെന്ന് ഇന്ന് തിരിച്ചറിഞ്ഞു. ചേർത്ത് പിടിക്കാൻ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നാളെ നിന്നെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും. അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഞാൻ ഹരിയേട്ടൻ്റെ ഭാര്യയാണെന്ന് അയാൾക്കറിയില്ലേ? എന്നെ അയാൾ കണ്ടിട്ടില്ലേ? ഏയ്, നിന്നെ ആൾ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം അയാൾക്കറിയാം. പക്ഷെ ഞാൻ പുള്ളിയോട് പറഞ്ഞ് എൻ്റെ ഭാര്യ ഗീതാഞ്ജലിയാണെന്നാ. അവളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു. ഹരിയേട്ട, അപ്പം എന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചല്ലേ? എന്നെ വേണ്ടല്ലേ? പിന്നെ എന്തിനാ എന്നെ സ്നേഹിച്ച് കൂടെ ഉണ്ടാവുന്ന വാക്കെന്ന്? ആരുമില്ലാത്തവളാണെന്ന് ഒരുപാട് വട്ടം പറഞ്ഞല്ലേ? എന്നെ ഉപേക്ഷിക്കലേ ഹരിയേട്ട. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. ചികിത്സ കിട്ടിയ എനിക്കൊരു അമ്മയാവാൻ കഴിയും. എനിക്ക് ഉറപ്പുണ്ട്. ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ ഞാൻ തരും. എനിക്കൊരു അവസരം കൂടെ തന്നൂടെ പ്ലീസ്? തൊഴുകയോടെ പറയുന്ന മഹിയെ കണ്ട് ഒരു നിമിഷം ഹരിയുടെ നെഞ്ചു നൊന്നെങ്കിലും ഗീതാഞ്ജലിയുടെ പണവും സൗന്ദര്യം തനിക്ക് കിട്ടാൻ പോകുന്ന ആഡംബരം നിറഞ്ഞ ജീവിതവുമെല്ലാം ഹരിയെ അന്ധനാക്കി കഴിഞ്ഞിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞുപോയി. മഹി മാത്രമല്ല, ഗീതാഞ്ജലിക്ക് ഞാനൊരു വാക്കുകൊടുത്തു. എനിക്ക് അവളെ വേണം. നിനക്കെന്നെ വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ശമ്പളമില്ലാത്തൊരു ജോലിക്കാരായിട്ട് എൻ്റെ വീട്ടിൽ കഴിയാം. സമ്മതമാണോ നിനക്ക്? ഒരു നിമിഷം ഹൃദയം നിന്ന് പോകുന്ന പോലെ മഹിക്ക് തോന്നി. അവൾ നേരെ ഹരിയുടെ അമ്മയായ അംബികയുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, എന്നെ പോലെ അമ്മയൊരു ഭാര്യയല്ലേ? അമ്മയ്ക്ക് മനസ്സിലാവില്ല എൻ്റെ വേദന. ഹരിയേട്ടനോടൊന്ന് പറയാമേ. മോളെ, ഹരിയുടെ അച്ഛൻ വേണുവായിരുന്നത്. അച്ഛനെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. ഹരിയേട്ടനോട് പറയാച്ച, എനിക്ക് ആരുമില്ല, എന്നെ കൈവിടില്ല എന്ന് പറയാച്ച. മഹിയുടെ കണ്ണീര് കണ്ട് വേണുവിന്റെ നെഞ്ചിൽ വേദന നിറഞ്ഞു. അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വേണുവിന്റെ നെഞ്ചിൽ കിടന്ന് മഹി പൊട്ടിക്കരഞ്ഞു. വേണു അവളുടെ തലയിൽ തഴുകിക്കൊണ്ടേയിരുന്നു. ഒരുവിധം അവൾ നോർമലായപ്പോൾ അയാൾ അവളെ അടത്തി മാറ്റി. ശേഷം കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോളെ, നീ ഇവിടുന്ന് പോയിക്കോ. നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ട. യാചിച്ച് കിട്ടേണ്ട ഒന്നല്ല സ്നേഹം, അത് മനസ്സറിഞ്ഞ് കിട്ടേണ്ടതാ. അതും നമ്മൾ അർഹിക്കുന്നവരിൽ നിന്ന് മാത്രം. അർഹതയില്ലാത്തവരുടെ സ്നേഹം നിനക്ക് എന്തിനാ? അവൻ പറഞ്ഞ മുഴുവൻ നീ കേട്ടില്ലേ? അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നീ അവൻ്റെ മനസ്സിലില്ലെന്ന്. പിന്നെ എന്തിനാ നീ അവൻ്റെ കാല് പിടിക്കുന്നേ? അച്ഛാ, വേണ്ട, കരയാൻ പാടില്ല. ഇനി എൻ്റെ മോള് കരയരുത്. നിന്നെ ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാ കണ്ടത്. അതുപോലെ തന്നെ നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പറയാ, പോയി രക്ഷപ്പെട്. താലി കെട്ടിയ പുരുഷൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായി ജീവിക്കുന്നത് എൻ്റെ മോള് കാണണ്ട. അതുകൊണ്ട് എൻ്റെ മോള് നാളെ രാവിലെ തന്നെ പോവാൻ റെഡിയായിക്കോ. മഹിയോട് അത്രയും പറഞ്ഞുകൊണ്ട് വേണു ഹരിയെ അംബികയും നോക്കി. നിനക്കും നിന്റെ അമ്മയ്ക്കും മറുപടി തരാൻ എൻ്റെ കയ്യെന്നാവും നല്ലപോലെ തരിക്കാഞ്ഞിട്ടല്ല. പക്ഷേ നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ ഒന്നോർത്തോടാ, യഥാർത്ഥ മഹാലക്ഷ്മി ആരായിരുന്നു എന്ന് ഒരു നാൾ രണ്ടാളും തിരിച്ചറിയും. അന്ന് ഇവളൊഴുകിയ കണ്ണുനീരിനേക്കാൾ ഇരട്ടി നീയും നിന്റെ അമ്മയും കരയും. ഓർത്തോ, ഒരു തെറ്റും ചെയ്യാത്തൊരു പെണ്ണിന്റെ കണ്ണീര് വീഴ്ത്തിയവരൊന്നും പച്ച പിടിച്ചു പോയിട്ടില്ല. വേണു ദേഷ്യത്തോടെ പറഞ്ഞു. ആ, പിന്നെ ഒരു കാര്യം, ഇതെന്റെ വീടാ. എൻ്റെ പേരിൽ ഞാൻ കഷ്ടപ്പെട്ട് പണിത എൻ്റെ വീട്. ഇത് വിൽക്കാൻ ആരും തയ്യാറാവണ്ട. പോവേണ്ടവർക്ക് പോവാം, പക്ഷേ ഞാനിവിടെ താമസിക്കും. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നേ? ഈ വീട് വിറ്റ് നമുക്ക് ഇവിടുന്ന് പോവാം. പിന്നെ ഇവരുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? 3 കൊല്ലമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. എന്നിട്ട് ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിക്കാര് വന്നോ? പെണ്ണായി പറഞ്ഞാൽ പോരാ, പെറാനും വേണം യോഗം. നിർത്തടി, ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. അവൾ നാളെ പോവും. അതിന് നിന്റെ മകൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. നിന്റെ ബോസ് എൻ്റെ സുഹൃത്തിൻ്റെ മകനാ. എനിക്കറിയാവൻ്റെ വീട്. മോളെ, എടുക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചോ. നിന്റേതായിട്ട് ഇനി ഒന്നും ഇവിടെ വേണ്ട. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. ഇനി ഇതിൻ്റെ പേരിലൊരു സംസാരമില്ല എന്ന് പറഞ്ഞ് വേണു മുറിയിലേക്ക് പോയി. ഒരു പൊട്ടിക്കരച്ചിലോടെ മഹി അവിടെ മുറിയിലേക്ക് പോയി. അംബികയെ നോക്കിയിട്ട് ഹരിയും മുറിയിലേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പോൾ മഹി കട്ടിൽ കിടന്ന് കരയുകയാണ്. ഹരി അവിടെ അരികിൽ ചെന്നിരുന്നു. മഹി, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. നീ മോശമാണെന്നല്ല, പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ മാത്രമല്ല, ഈ ലോകത്ത് എത്രയോ പേരുണ്ട് 2 ഭാര്യയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നവർ. നിനക്കെന്നെ പിരിയാൻ വയ്യെങ്കിൽ നമുക്കും അങ്ങനെ ജീവിച്ചുകൂടെ? മഹി അവനെ മുഖമുയർത്തി നോക്കി. ശരിയാ, ഹരിയേട്ടൻ മാത്രമല്ല, ഈ ലോകത്ത് 2 ഭാര്യമാരായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കതിന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോയിക്കോളാം, നാളെ തന്നെ. ഹരി പിന്നെ ഒന്നും മിണ്ടാതെ കട്ടിലൊരു വശത്തേക്ക് തിരിഞ്ഞിടന്നു. മറുവശത്തേക്ക് മഹി. ആ രാത്രി മഹി ഉറങ്ങിയില്ല. ഉള്ളിലെ വേദന മുഴുവൻ കരഞ്ഞു തീർത്തു. പിറ്റേ ദിവസം എല്ലാം എടുത്തു വെച്ച് മഹി പോവാൻ തയ്യാറായി. ഹരിയോടും അംബികയോടും യാത്ര പറഞ്ഞിറങ്ങാൻ നേരം വേണു മഹിയോട് പറഞ്ഞു. മോളെ, ആ താലിമാരെയും കല്യാണ മോതിരം അഴിച്ച് മഹിയുടെ കൈ കൊടുത്തേക്ക്. ഇനി എൻ്റെ മോൾക്ക് അത് വേണ്ട.
എല്ലാം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ച് വേണം നീ വീടിന്റെ പടിയിറങ്ങാൻ. വേണു പറയുന്ന കേട്ട് മഹിയുടെ ഉള്ളിൽ നേറിയെങ്കിലും മാലയും മോതിരം അഴിച്ചാരിയുടെ കയ്യിൽ കൊടുത്തു. നിറഞ്ഞ കണ്ണുകളോടെ രണ്ടുപേരോട് യാത്ര പറഞ്ഞ് വേണുവിനോടൊപ്പം പോയി. ഒരുപാട് നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു വലിയ കൊട്ടാരം പോലെയുള്ള വീടിന്റെ മുമ്പിൽ ഓട്ടോ നിർത്തി. മഹി ആ വീടിന്റെ പേര് വായിച്ചു. ശ്രീനന്ദനം. ഇതാണോ അച്ഛാ വീട്? അതേ മോളെ, വാ. സെക്യൂരിറ്റി വന്ന് മഹിയോട് കാര്യം ചോദിച്ചു. അപ്പോഴാണ് പുറകെ വരുന്ന വേണുവിനെ അയാൾ കണ്ടത്. അയാൾ വേഗം ഗേറ്റ് തുറന്ന് അവരകത്തേക്ക് കടത്തിവിട്ടു. മഹി ആ വീടിനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. ചുറ്റും പലതരം പൂക്കളും ചെടികളും, സൈഡിലായി ഒരു ചെറിയ താമരക്കുളം, വിശാലമായ മുറ്റം, പച്ചപ്പുല്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. പൂക്കളുടെ സുഗന്ധം അവിടെ പരന്നൊഴുകുന്നുണ്ടായിരുന്നു. വേണു ബെല്ലടിച്ച്. ഒരു മുത്തശ്ശിയായിരുന്നു വാതിൽ തുറന്ന്. വേണുവിനെ കണ്ടതും ഒരു ചിരിയോടെ അവർ അടുത്തേക്ക് വന്നു. അല്ല, ഇതാരാ? എന്റെ വേണുമോനോ? എത്ര കാലായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഈ വഴിയൊക്കെ നീ മറന്നോ? ആറ് വേണുവിനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. സുഖാണോ ഉണ്ണിയമ്മേ? ഓ, എന്ത് സുഖം. ഇങ്ങനെയൊക്കെ അങ്ങ് പോണു. ഈ വീടിന്റെ സുഖവും സന്തോഷം എല്ലാം പോയി. ഒന്ന് എണീറ്റിരിക്കാൻ പോലും ആവാതെ ഒരാളകത്ത് കിടപ്പുണ്ട്. അവളെ നോക്കി അവനും ദേവൂട്ടനാണെങ്കിൽ ഒരു വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചു. അമ്മയ്ക്കും അച്ഛനും മാത്രമായിട്ട് ജീവിക്കുന്നു. കണ്ണടയുന്നതിന് മുമ്പെങ്കിലും അവനൊരു ജീവിതം ഉണ്ടായി കണ്ടാൽ മതി. ഞാനെല്ലാം അറിഞ്ഞു. ഒരു ദിവസം ഞാനിവിടെ വന്നിരുന്നു. പക്ഷെ ഉണ്ണിയമ്മ വൈദ്യ ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു. മാധവൻ പറഞ്ഞിരുന്നു. ആ ശരിയാ, അന്ന് അവൻ പറഞ്ഞു നിന്റെ കാര്യം. ഞാനതങ്ങ് മറന്നുപോയി. അപ്പോഴാണ് വേണുവിന്റെ അരികിലിരിക്കുന്ന മഹിയെ ശ്രദ്ധിച്ച്. അല്ല, ഇതാരാ? നിന്റെ മോളാണോ? അതെ, എൻ്റെ മോളാ. ഇവിടെ ശ്രീദേവി നോക്കൊരാൾ വേണമെന്ന് പറഞ്ഞില്ലേ, അതാ മോളെ കൊണ്ടുവന്ന്. അതിന് നിനക്കൊരു മോനല്ലേ ഉള്ളൂ, പിന്നെ എവിടുന്ന ഒരു മോള്? അതൊക്കെ ഞാൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു തരും. പണ്ടും നീയാണല്ലോ അവൻ്റെ മനസ്സിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഞാനൊന്നും ചോദിക്കുന്നില്ലേ. അതിരിക്കട്ടെ, എന്താ ഈ കുട്ടിയുടെ പേര്? മഹാലക്ഷ്മി. നല്ല പേര്. കാണാനൊരു ലക്ഷ്മിയെ പോലെ തന്നെ. ആറ് മനസ്സിൽ പറഞ്ഞു. ആ, എന്താണ് നീ വന്നിട്ട് പുറത്തിരിക്കുന്നത്? അകത്തോട്ട് വാ വേണു. ഏയ് കുഴപ്പമില്ലടാ, ദേ ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി. മാധവൻ മഹിയെ നോക്കി. മഹി മാധവനെ നോക്കി കൈകൂപ്പി. മാധവൻ തിരിച്ചു. കയറി വാ മോളെ. എല്ലാവരും അകത്തേക്ക് ചെന്നു. ആ വീടിന്റെ ഉള്ളിലെ ഭംഗിയുള്ള കാഴ്ചകൾ ഒരു അത്ഭുതത്തോടെ നോക്കുന്ന മഹിയെ വേണു ഒരു പുൻസിരിയോടെ നോക്കി. മോൾക്ക് ഇഷ്ടമായ വീട്? നല്ല ഭംഗി. ദേവമോൻ പറഞ്ഞു ചെയ്യിപ്പിച്ച വർക്കുകളാ ഈ വീടിന്റെ ഓരോ ഭാഗവും. ഇവരുടെ മകനാണോ ദേവ്? മാധവന്റെയും ശ്രീദേവിയുടെയും ഒരേ ഒരു മകൻ രുദ്രദേവ് എന്ന ദേവൂട്ടൻ. നല്ല കലിപ്പനാ. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അച്ഛൻ പറഞ്ഞാൽ പോലും അവന് മാറ്റം ഉണ്ടാവില്ല. പിന്നെ അമ്മയാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ അമ്മയുടെ മുന്നിലാ. അംബികയെ പോലെ അല്ല ശ്രീദേവി. ഉള്ള മുഴുവൻ നല്ല സ്നേഹവും കരുണയും ക്ഷമയുള്ളവളാ. അതുകൊണ്ട് എൻ്റെ മോള് പേടിക്കണ്ട, ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ല്. വേണു പറഞ്ഞു കേട്ട് മൈ ശ്രീദേവി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ കണ്ണു തുറന്ന് കിടക്കുന്ന ഐശ്വര്യമുള്ളൊരു സ്ത്രീ. ഒരു വെളുത്ത കോട്ടൺ നൈറ്റിയാണ് വേഷം. ആവശ്യതയുണ്ടെങ്കിലും നല്ല ഐശ്വര്യമാണ് അവരെ കാണാൻ. ഒരു കിടപ്പ് രോഗിയുടെ മുറിയുടെ ലക്ഷണമുണ്ട്. മുറിയിൽ മരുന്നുകളുടെയും മറ്റും മനമടുപ്പിക്കുന്ന മണം. അകത്തേക്ക് വന്ന മഹിയെയും വേണുവിനെയും അവർ നോക്കിയൊരു ചിരിയോട് അകത്തേക്ക് ക്ഷണിച്ചു. എങ്ങനെയുണ്ട് ശ്രീദേവി ഇപ്പോ? ഓ, കണ്ടില്ലേ ഏട്ടാ, ഒരു മാറ്റമില്ല. നല്ല വീഴ്ചയാ വീണത്. ഒന്ന് എണീറ്റിരിക്കാൻ പോലും വയ്യ. ആകപ്പാടം മടുത്തു. ഒന്ന് മരിച്ചാ മതി എന്ന ആഗ്രഹത്തിലാണ് ഞാനിപ്പോ. ശ്രീദേവിയുടെ കണ്ണു നിറഞ്ഞു. എന്താ ശ്രീദേവി നീ പറയണേ? അതിനു മാത്രം വലിയ വീഴ്ചയാണോ ഇത്? ദേ ഈ നിൽക്കുന്ന എൻ്റെ മോള് നിന്നെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കല്ല, ഓടിച്ചു കാണിക്കും. അല്ലേ മോളെ? മഹി ഒരു നേരത്തെ ചിരിയോടെ വേണുവിനെ നോക്കി. ആ സമയം ശ്രീദേവിയും മഹിയെ നോക്കി. ഒറ്റ നോട്ടത്തിൽ മഹിയെ ശ്രീദേവിക്ക് ഇഷ്ടമായി. ഈ കുട്ടിയോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞോ? പിന്നെ ഇവിടുത്തെ രീതികളും? കുറച്ചൊക്കെ പറഞ്ഞു. പിന്നെ ദേവൂട്ടൻ്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അവനില്ലേ ഇവിടെ? ഓ, ഇത്രയും നേരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫോൺ വന്നു, അതിൻ്റെ പുറകെ പോയി. അവൻ്റെ കാര്യമൊക്കെ അറിഞ്ഞാണല്ലോ. മാധവൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ? ആ സംഭവത്തോടെ എൻ്റെ കുഞ്ഞാകെ മാറി. ദേഷ്യം ഇരട്ടിയായി. മറ്റൊരു വിവാഹം എന്ന് പറഞ്ഞപ്പോൾ എന്നെ തിന്നാൻ വന്നു അവൻ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഞാൻ അവനെ അടക്കി നിർത്തി. എത്ര ദേഷ്യക്കാരനാണെങ്കിലും എൻ്റെ മുന്നിൽ പൂച്ചയാ എൻ്റെ ദേവൂട്ടൻ. ആ, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഏട്ടൻ ഊണ് കഴിച്ചിട്ടൊക്കെ പോയാൽ മതി. അയ്യോ, അതൊക്കെ പിന്നാവട്ടെ. നീ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം ഏട്ടൻ വരും. അന്ന് എനിക്കൊരു സദ്യ തന്നെ തരണം. ഇപ്പൊ പോട്ടെ, ശരി എന്നൊരു ചായ കുടിച്ചെങ്കിലും പോയാൽ മതി. അപ്പോഴേക്കും ഒരു സ്ത്രീ ചായ കൊണ്ടുവന്ന് വേണുവിന് കൊടുത്തു. അത് കുടിച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് വേണു പോയി. എന്താ കുട്ടിയുടെ പേര് പറഞ്ഞ്? മഹാലക്ഷ്മി. നല്ല പേര്. ലക്ഷ്മി എന്ന് വിളിക്കാം. മോളെന്നെ ദേവിയമ്മയെന്ന് വിളിച്ചോ?
പിന്നെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അടുക്കള പണിക്ക് ജാനകിയുണ്ട്, പുറത്തെ ജോലിക്ക് കൃഷ്ണേട്ടനും, കേട്ടോ? അതുകൊണ്ട് മോൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. വേറൊന്നും കൊണ്ടല്ല, അച്ഛനും മോനും പോയി കഴിഞ്ഞാൽ ഒന്നും മിണ്ടാൻ പോലും ആരുമില്ല. അമ്മ ഇടയ്ക്ക് വരും, അതിന് വയ്യാത്തതല്ലേ. കുറച്ച് സമയം മാത്രം എന്നോടൊപ്പം ഇരിക്കും, പിന്നെ പോവും. അതുകൊണ്ടാട്ടോ പറഞ്ഞേ. വിഷമിക്കേണ്ട ദേവിക്കമ്മേ, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ. ശ്രീദേവിക്ക് മായി ഒത്തിരി ഇഷ്ടമായി. അവരുടെ ഓരോ കാര്യങ്ങളും ഒരറപ്പും കൂടാതെ നന്നായി ചെയ്തു കൊടുത്തു. രാത്രിയായപ്പോൾ രുദ്രൻ വീട്ടിലേക്ക് വന്നു. മുറിയിലേക്ക് പോകും മുമ്പ് ശ്രീദേവിയുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ നല്ല സുഗന്ധം അവന്റെ നാസികയിലേക്ക് അടിച്ചു കയറി. താൻ പോകുമ്പോൾ മരുന്നിന്റെ മണം മാത്രമായിരുന്നു ഈ മുറിയിൽ. ഇപ്പോൾ നല്ല മുല്ലപ്പൂ മണം തങ്ങി നിൽക്കുന്ന മുറിയാകെ. കണ്ണോടിച്ചപ്പോൾ ഒരു ജനൽപ്പാളി തുറന്നു കിടക്കുന്നു. മാത്രമല്ല അതിന് പുറകിലായി മുല്ലവള്ളിപ്പടർപ്പും കാണുന്നുണ്ട്. രാത്രി മുല്ല വിരിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ സുഗന്ധം വമിക്കുന്നത്. മാത്രമല്ല മുറി നല്ല വൃത്തിയിലും കിടക്കുന്നു. അപ്പോഴാണ് ശ്രീദേവി അവനെ വിളിച്ചത്. എന്താ ദേവൂട്ടാ, നീ അവിടെ തന്നെ നിൽക്കുന്നേ? അവനടുത്തേക്ക് ചെന്നു. എന്താമേ, മുറിയാകെ മാറിയിട്ടുണ്ടല്ലോ. ആരെ ക്ലീൻ ചെയ്ത്? അത് ലക്ഷ്മി മോളാ ചെയ്ത്. വേണുവേട്ടൻ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ കൊണ്ടുവന്ന കുട്ടി. നല്ല മോളാ, അധികമൊന്നും സംസാരിക്കില്ല. ഓരോ ജോലിയും ചിട്ടയോടെ ചെയ്യും. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നിട്ട് അവളെവിടെ? എനിക്കുള്ള കഞ്ഞെടുക്കാൻ പോയേക്ക, ഇപ്പൊ വരും. നോക്ക്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമേ. ഡോറിന്റെ അടുത്തെത്തിയതും മയ്യുമായി അവൻ കൂട്ടിയിടിച്ചു. കയ്യിലുള്ള കഞ്ഞി കുറച്ചവന്റെ ഡ്രസ്സിലായി. എവിടെ നോക്കിയാണ് നടക്കുന്നേ? നിന്റെ മൊത്തം കണ്ണിലടി. മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു മാമ്പഴ കളർ പട്ടുതാവണിയിൽ വെളുത്തു മെലിഞ്ഞ സുന്ദരിയായ പെണ്ണിനെ. കണ്ണുകൾ ഇറുക്കി അടച്ച് വിറക്കുകയാണവൾ. ദേവ് ഒരു നിമിഷം മഹിയെ നോക്കി നിന്നു. ശബ്ദം കേട്ട് ശ്രീദേവി അങ്ങോട്ട് നോക്കി. ശേഷം പറഞ്ഞു, എന്തൊരൊച്ചയാടാ ഇത്? ആ കുട്ടി പേടിച്ചു പോയല്ലോ. കുറച്ച് കഞ്ഞി മേത്ത് വീണതിനാണോ നീ ഇങ്ങനെ ആനയെ പോലെ അലർന്ന്? ഇതാ എന്നെ നോക്കാൻ വന്ന പെണ്ണ്. മോളെ, നീ ഇങ്ങോട്ട് പോര്. ശ്രീദേവി വിളിച്ചതും മഹി കണ്ണു തുറന്ന് രുദ്രൻ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ശേഷം ശ്രീദേവിയുടെ അരികിലേക്ക് പോയി. ആ നിമിഷം ദേവ് അവളെ തിരിഞ്ഞു നോക്കി. നിതംബം മറഞ്ഞു കിടക്കുന്ന അഴിഞ്ഞ മുടി. അവൾ അരികിലൂടെ പോയപ്പോൾ അവളിൽ നിന്നും വമിച്ച ചെമ്പകപ്പൂവിന്റെ ഗന്ധവും ഒരു നിമിഷം രുദ്രൻ അവിടെ നിന്നുപോയി. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? എന്തായാലും നീ ഫ്രഷ് ആകാൻ പോവാ. അപ്പൊ പിന്നെ കുറച്ച് കഞ്ഞി വീണെന്ന് കരുതി ഒന്നും പറ്റില്ല. ആ ലക്ഷ്മി, ഇതാ എൻ്റെ മോൻ രുദ്രദേവ്. മായി പേടിയോടെ തിരിഞ്ഞു നോക്കി. ശേഷം പെട്ടെന്ന് ഓട്ടം മാറ്റി. അയ്യോ, മോള് പേടിക്കണ്ട. ഈ കാണുന്ന ചാട്ടേ ഉള്ളൂ, വെറുതെ ഒരു ഷോ. മോള് പേടിക്കണ്ട. അത് കേട്ടത് രുദ്രൻ ശ്രീദേവിയെ കൂർപ്പിച്ച് നോക്കി. അവിടുന്ന് പോയി മുറിയിലെത്തിയതും ഡ്രസ്സ് മാറി വാഷ്റൂമിൽ കയറി ഫ്രഷായി തിരിച്ച് റൂമിൽ വന്നിരുന്നു. ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. നാളെ രാവിലെ 9 മണിക്ക് മീറ്റിംഗ് വെക്കണം. ആ ഡീൽ എനിക്ക് തന്നെ കിട്ടണം. ഓക്കെ? ഫോൺ കട്ട് ചെയ്ത് ശ്രീദേവിയുടെ മുറിയിലേക്ക് പോയി. മോളെ, നീ പോയി കിടന്നു, സമയം കുറേയായി. ശ്രീദേവിയുടെ മുറിയിൽ മറ്റൊരു കട്ടിൽ കൂടിയുണ്ട്. അവിടെയാണ് മഹി കിടക്കുന്നത്. കിടക്കാൻ പോകുമ്പോഴായിരുന്നു വാതിൽ തട്ടുന്ന ഒച്ച കേട്ടത്. മഹി ചെന്ന് വാതിൽ തുറന്നു. തൊട്ടുമുന്നിൽ രുദ്രൻ. പേടിയോടെ പിന്നിലേക്ക് വഴിമാറിക്കൊടുത്ത് അവൻ അകത്ത് കയറി. എന്താടാ, നിനക്ക് ഉറക്കല്ലേ? എനിക്ക് നല്ല ഉറക്കം വരുന്നു. നമുക്ക് നാളെ സംസാരിക്കാം. ഓഹോ, അമ്മയ്ക്ക് ഇപ്പൊ ഇവള് മതിയോ? ഞാൻ വേണ്ടേ? ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ അമ്മയെ നീ കയ്യിലെടുത്തല്ലോടി. നീ ആളും ഇടുക്കിയാണല്ലോ. മഹി തലകുനിച്ച് ചെന്ന് കരഞ്ഞു. അതുകൊണ്ട് രുദ്രന് ദേഷ്യം വന്നു. അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ നിന്റെ വല്ലവരും ചത്തോ? ദേവൂട്ടാ, പിന്നെ ദേഷ്യം വരാണ്ടിരിക്കും അമ്മായി. എന്തെങ്കിലും പറഞ്ഞ അപ്പം മോങ്ങും. ഇങ്ങനെയുള്ളതിനൊന്നും വിശ്വസിക്കരുത്. കൂടെ നിന്ന് ചതിച്ചു കളയും. മതി പറഞ്ഞ്, നീ നിന്റെ മുറിയിലേക്ക് പോ. ലക്ഷ്മി, വാതിലടച്ച് വന്ന് കിടക്ക്. രുദ്രൻ പോയതും മഹി വാതിലടച്ച് വന്നു. എൻ്റെ കുട്ടി ഇങ്ങനെ കരയാതെ. അവനെ പറ്റി ഞാൻ പറഞ്ഞല്ലേ, കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ പാവാ, എൻ്റെ മോൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മഹി തല ഉയർത്തി നോക്കി. അതുകൊണ്ട് ശ്രീദേവിയോടെ കണ്ണുടച്ചിട്ട് പറഞ്ഞു, പാവായിരുന്നു എൻ്റെ കുഞ്ഞ്. എല്ലാവരോടും സ്നേഹവും കരുണയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ദാമ്പത്യം, അവിടെയാണ് അവന് തെറ്റുപറ്റിപ്പോയത്. കൂടെ പഠിച്ചൊരു പെൺകുട്ടിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു അവന്. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. പക്ഷെ അവൾക്ക് വേണ്ടത് അവൻ്റെ പണം മാത്രമായിരുന്നു. അവളോടുള്ള സ്നേഹം കാരണം എൻ്റെ കുഞ്ഞെല്ലാം സഹിച്ചു. പക്ഷേ ശരീര സൗന്ദര്യം നിലനിർത്താൻ ഗർഭിണിയാവാതിരിക്കാനുള്ള മരുന്നുകൾ അവൾ കഴിക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടറെ അവൾ പണം കൊടുത്തു. എൻ്റെ മോനാണ് പ്രശ്നമെന്ന് പറഞ്ഞു. അന്ന് തളർന്ന എൻ്റെ കുട്ടി ഒടുവിലൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അവളത് എതിർത്തു. ഞാനും മാധവേട്ടനും കുറേ പറഞ്ഞു. പക്ഷെ അവൾ സമ്മതിച്ചില്ല. നമുക്ക് കുട്ടികളുണ്ടാവും, അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് അവൾ കരഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞത് വിശ്വസിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തോ ആവശ്യത്തിന് പുറത്തു പോയാൽ നല്ല ദേഷ്യത്തിലാ തിരിച്ചു വന്ന്. അമ്മേ, അമ്മേ! എന്താ മോനെ? അവളെവിടെ അമ്മേ? എന്റെ ഭാര്യ എന്ന് പറഞ്ഞവള് വിളിക്കളെ. എടി മീരേ,
മീര താഴേക്ക് വന്നു. അവൾ വന്ന നിമിഷം രുദ്രന്റെ കൈയോടെ കരണം പുകച്ചു. മീരയെ തലങ്ങും വിലങ്ങും തല്ലുന്ന രുദ്രനെ മാധവനും ശ്രീദേവിയും പിടിച്ചു മാറ്റി. നീ എന്ത് ഭ്രാന്താടായി കാണിക്കുന്നത്? എന്തിനാ നീ ഇവളെങ്ങനെ തല്ലുന്നത്? മാധവൻ ചോദിച്ചു. രുദ്ര അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. രുദ്രന്റെ കരച്ചിലും ദേഷ്യവും കണ്ട് മീരക്ക് സംശയം തോന്നി. അവൾ പേടിയോടെ രുദ്രനെ നോക്കി. മോനെ, എന്താടാ എന്റെ മോൻ എന്തിനാ കരയുന്നത്? അച്ഛനോട് പറ, എന്താ കാര്യം? എന്നെ ഇവള് ചതിക്കായിരുന്നു അച്ഛാ. ഇത്രയും കാലം ഇവള് ഗർഭിണിയാവാത്തത് എന്റെ കുഴപ്പം കൊണ്ടല്ല. അങ്ങനെ ആവാതിരിക്കാൻ ഇവള് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ആ ഡോക്ടറെ കണ്ടു. എന്നോട് എല്ലാവരും പറഞ്ഞു. നീ ഹോസ്പിറ്റലിൽ പോയോ? ഇല്ല, ഓഫീസിൽ പോകുമ്പോഴേ ഒരു കാർ ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ ആ ഡോക്ടറായിരുന്നു. എൻ്റെ കാറിൽ ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അയാളെ രക്ഷപ്പെട്ടു. അപ്പോഴാ എന്നെ അയാൾ അകത്തേക്ക് വിളിപ്പിച്ചത്. ആ നിമിഷ ഞാൻ അയാളുടെ വായിൽ നിന്ന് സത്യം എറിഞ്ഞത്. ഇനി ഈ ബന്ധം എനിക്ക് വേണ്ട. എനിക്ക് ഉടനെ എല്ലാം അവസാനിപ്പിക്കണം. 1 വർഷത്തെ ദാമ്പത്യം 2-ാം വർഷം പിരിഞ്ഞു. മീര വേറൊരു പയ്യനെ വിവാഹം കഴിച്ചു. പക്ഷെ ഇപ്പോഴും എൻ്റെ കുഞ്ഞ് വാശിയില്ല. ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞതും ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. മൈ അവരുടെ കണ്ണു തുടച്ചു. അവരെ പുതപ്പിച്ചെടുത്തി മൈയും കിടന്നു. എന്തൊക്കെയാണ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതത്തിൽ നടക്കുന്നത്? എല്ലാം പണത്തിനു വേണ്ടി മാത്രം. ഓരോന്ന് ചിന്തിച്ച് അവൾ നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് രുദ്രൻ കണ്ണു തുറന്നത്. ഉറക്കച്ചടവോടെ അവൻ വാതിൽ തുറന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കയ്യിൽ തനിക്കുള്ള ചായയുമായി നിൽക്കുന്ന മഹിയയാണ്. കുളിച്ചീറനായി ചുവന്ന പട്ടുതാവണിയാണ് വേഷം. മുടി കുളിപ്പിന്നലിട്ട് അഴിച്ചിട്ടിട്ടുണ്ട്. നെറ്റിയിലൊരു കുറി മാത്രം, കഴുത്തിലൊരു ചെയിൻ, കാതിലൊരു കുഞ്ഞ് ജിമിക്കി. മറ്റൊരു അലങ്കാരവുമില്ല. രുദ്രൻ അവളെ നോക്കി നിന്നുപോയി. നല്ല കണി അവൻ മനസ്സിലോർത്തു. അവൻ ചായ വാങ്ങാത്തതുകൊണ്ട് അവൾ തലയുയർത്തി നോക്കി അവനെ. ഒരു ട്രാക്ക് പാൻറ് മാത്രമാണ് അവന്റെ വേഷം. പെട്ടെന്ന് അവൾ തിരിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ ചോദിച്ചു, എന്താണ് ഈ തിരിഞ്ഞു നിൽക്കുന്നത്? എന്നെ കാണാൻ കൊള്ളില്ലേ? അത് സാനി നിൽപ്പണ്ടിട്ട് എനിക്ക് നാണാവുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് എന്തോ ചാടി തോന്നി. അവൻ ചായ മേടിച്ചു കുടിച്ചുകൊണ്ട് ചോദിച്ചു, ജാനകി ചേച്ചി ഇവിടെ വന്നില്ല ഇതുവരെ? ജാനകി ചേച്ചിക്ക് പനിയാ, 1 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. അവൻ ചായക്കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അത് വാങ്ങി താഴേക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയി. ശ്രീദേവി പതിയെ എഴുന്നേറ്റു. ഇപ്പൊ അവർ വീൽ ചെയറിലാണ്. പതുക്കെ നടക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകണ്ട് മാധവനും രുദ്രനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷം തോന്നി. മഹിയെ എല്ലാവരും ഒരുപാട് അഭിനന്ദിച്ചു. എന്നാൽ മഹിയുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഇടക്ക് ഓർമ്മ വരും. അവളതൊന്നും ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കും. ഇടക്ക് വേണു വിളിക്കും. ഒരിക്കൽ വേണു വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഹരിയുടെ വിവാഹം കഴിഞ്ഞതും അവൻ മാറി താമസിച്ചതും അമ്മ തന്നോടൊപ്പം ഉണ്ടെന്നും മഹി അറിയുന്നതും. ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും വേണു അവളെ സമാധാനിപ്പിച്ചു. ഹരി, തനിക്ക് എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എപ്പോൾ നോക്കിയാലും കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞ്. അത് പറ്റില്ല. തന്റെ അമ്മയോട് പറ നമ്മുടെ ജീവിതത്തിൽ ഇടപെടരുതെന്ന്. എല്ലാവരും ചോദിക്കുന്നു ഗീതു. മറുപടി പറഞ്ഞു മടുത്തു. പിന്നെ അമ്മയ്ക്കോ ആഗ്രഹം ഉണ്ടാവില്ലേ? ചോദിക്കുന്നവരോട് പറ ഇപ്പൊ വേണ്ടെന്ന് വെച്ചു എന്ന്, കുറച്ചുകൂടി കഴിയട്ടെ എന്ന്. ഈ കുറച്ചൊന്ന് എത്ര കാലം എടുക്കും? എനിക്കറിയില്ല. ഞാനിപ്പോ അമ്മയാവ് റെഡിയല്ല. ഞാൻ പോകുന്നു. എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഹരിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കല്യാണത്തിന് മുമ്പ് കണ്ട ഗീതാഞ്ജലി അല്ല ഇപ്പോൾ. ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ ഇവിടെ മുഴുവൻ അവളുടെ ഭരണമാണ്. ഒരുപാട് ജോലിക്കാരുണ്ട്. പക്ഷെ തന്റെ കാര്യങ്ങൾ താൻ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഗീത ഒരു കാര്യവും ചെയ്യില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഫ്രണ്ട്സുമായി കറങ്ങാൻ പോകും. രാത്രി കയറി വരും. തന്റെ വീട്ടിൽ പോലും തന്നോടൊപ്പം വരില്ല. ഒരിക്കൽ അച്ഛനും അമ്മ ഇവിടേക്ക് വന്നപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പോലും ഗീത സമ്മതിച്ചില്ല. തികച്ചും താൻ ഇവിടെ ഒറ്റപ്പെട്ട പോലെ. ഒരു നിമിഷം ഹരിയുടെ മനസ്സിൽ മഹിയുടെ മുഖം തെളിഞ്ഞു. മഹി, നീ ഇപ്പൊ എവിടെയാണെന്നറിയാം. അന്ന് പോയ ശേഷം ഒരിക്കൽ പോലും നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ഉപേക്ഷിച്ച കാരണം കൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ വിട്ടുപോയി. അച്ഛൻ പോലും ഒന്നും മിണ്ടാറില്ല. ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അമ്മ മാത്രം അന്വേഷിക്കും. ഗീതുവിനെ വിവാഹം കഴിച്ചുകൊണ്ട് എല്ലാം നേടി. വീട്, കാറ്, പണം എല്ലാം. പക്ഷേ സന്തോഷമില്ല, സമാധാനം. കഴിഞ്ഞു പോയതെല്ലാം ഓർത്തപ്പോൾ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഒരു നിമിഷം മായയെ കാണാൻ അവന് തോന്നി. പിറ്റേന്ന്, ഹരി ഞാനിന്ന് വീട്ടിൽ പോകും. ഹരി എത്തുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം. ഓക്കെ? മിനിഞ്ഞാന്ന് പോയോന്നല്ലേ നീ? പിന്നെ നിന്നെ എപ്പോഴും ഇങ്ങനെ പോകുന്നത്? എന്റെ വീട്ടിൽ പോകാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പോകണം തോന്നിയാൽ പോവും. ബൈ. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് എപ്പോഴുമുള്ള വീട്ടിൽ പോക്ക്. പോയി കഴിഞ്ഞാൽ അവിടെയുള്ള 3 വയസ്സുകാരനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും. അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് വൈകി വന്ന കുഞ്ഞ്, പേര് ഗൗതം. അതുകൊണ്ട് ഗീതു ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കും. വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്ന ഹരി കാണുന്നത് ഗൗതമിന്റെ മടിയിൽ വെച്ച് കൊഞ്ചിക്കുന്ന ഗീതുവിനെയാണ്. എന്താ ഗീതു, നീ ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അച്ഛനമ്മയും വന്നിട്ടുണ്ടോ? ഇല്ല ഹരി, ഇവന് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവും. അച്ഛനമ്മ ഇന്ന് വൈകുന്നേരം തന്നെ ഡൽഹിക്ക് പോയി. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോടെന്താ പറഞ്ഞ്? വിളിച്ചിരുന്നല്ലോ, ഫോൺ എന്തെടുക്കാഞ്ഞേ? ഓഫീസിൽ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സൈലന്റ് ആയിരുന്നു. സോറി. അന്നു മുതൽ ഗീതു കുഞ്ഞിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഹരിയൊന്നും നോക്കുന്ന പോലുമില്ല. ഹരിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി.
ഒരു ദിവസം രാവിലെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ഹരി വാതിൽ തുറന്നു. ആരാ? ഹരിനാരായണൻ? അതെ, ഞാൻ നവീൻ. ഗീതാഞ്ജലി ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഒന്ന് വിളിക്കുമോ? ഹരി ഗീതുവിനെ വിളിച്ചു. കയ്യിൽ ഗൗതമിനെ എടുത്തു വരുന്ന ഗീതുവിനെ നവീൻ ഒരു ചിരിയോടെ നോക്കി നിന്നു. നവീനെ കണ്ടതും ഗീതു വിളറി നിന്നു. ശേഷം ഹരിയെ നോക്കി. സുഖാണോ അഞ്ജലി? ഓനാണല്ലേ? ഇങ്ങതാ, ഞാൻ എടുക്കട്ടെ. ഗീതുവിൽ നിന്ന് തലയാട്ടി. അതെന്താ അഞ്ജലി, എന്റെ മോനെടുക്കാൻ എനിക്ക് അവകാശമില്ലേ? ഗീതു ഞെട്ടലോടെ നവീനെ നോക്കി. ശേഷം ഹരിയെയും. ഹരി അവളെ സംശയത്തോടെ നോക്കുകയാണ്. നവീൻ, താനെന്താ പറഞ്ഞ്? ഇത് തന്റെ കുഞ്ഞാണെന്നോ? അപ്പൊ ഇവിടെ അനിയനല്ലേ ഇത്? അത് കേട്ട് നവീൻ പൊട്ടിച്ചിരിച്ചു. ഇവളുടെ അനിയനോ? ഇത്രയും ചെറുതോ? ആണോ അഞ്ജലി? ഒരു കുഞ്ഞിന് രണ്ടച്ഛനോ? നോക്കേരി, ഇതെന്റെ മകനാ. ഇവനെ നൊന്ത് പ്രസവിച്ച ഇവളും. വർഷങ്ങൾക്ക് മുന്നേ ഒന്നിച്ചവരാ ഞങ്ങള്. പഠനം, ജോലി, താമസം എല്ലാം ഒന്നിച്ചായിരുന്നു. എല്ലാം ബാംഗ്ലൂരിൽ. അവിടെ ഇവള് പ്രഗ്നന്റ് ആയി. 4 മാസം ഞാനിവളെ പൊന്നുപോലെ നോക്കി. പക്ഷെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി എനിക്കൊരു ആക്സിഡന്റ് നടന്നു. നന്നായി പരിക്കുപറ്റിയതുകൊണ്ട് 1 വർഷത്തോളം കിടന്ന കിടപ്പായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവൾ അവിടുന്ന് പോയി. എന്നെയൊന്നും കാണാൻ പോലും വന്നില്ല. ഈ ചതിയെത്തി. നോ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. നവീൻ. നമ്മുടെ മോനാണ് സത്യം. അത് കേട്ടതും ഹരി നവീനെ ഒരുപോലെ ഞെട്ടി ഗീതുവിനെ നോക്കി. നിനക്ക് ആക്സിഡന്റ് ആയെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ നിന്നെ കാണാനിറങ്ങിയതാ. പക്ഷെ വാതിൽ തുറന്നപ്പോൾ തൊട്ടു മുമ്പിൽ അച്ഛനും അമ്മയെ നിൽക്കുന്നു. എല്ലാം അറിഞ്ഞു വന്നതാ അവര്. വിവാഹം കഴിയാത്ത മകൾ ഗർഭിണിയായി നിൽക്കുന്ന കണ്ടപ്പോൾ ദേഷ്യം തീരുവോളം എന്നെ തല്ലി. കുഞ്ഞിനെ കളയാൻ വരെ പറഞ്ഞു. പക്ഷെ അതിന് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ പൂട്ടിയിട്ടു. നിന്നെ കാണാൻ അച്ഛൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നീ കോമയിലാണെന്നും ഒന്നും പറയാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവർ എന്നോടൊപ്പം ഫ്ലാറ്റിൽ താമസം തുടങ്ങി. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നീ കിടന്ന ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ നമ്മുടെ മകന് ജന്മം കൊടുത്ത്. എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പോരാൻ സമയം നിന്നെ കാണാൻ ഞാൻ വന്ന. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. പിന്നീട് എന്നെയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവരെല്ലാവരോടും പറഞ്ഞ് ഗൗതമിൻ്റെ 2ാമത്തെ കുട്ടിയാണെന്ന്. അത് കേട്ട് തകർന്നു പോയി ഞാൻ. എന്തെങ്കിലും നീ വരുന്ന കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും എനിക്ക് വേണ്ടി അച്ഛൻ കല്യാണം ആലോചിച്ചു തുടങ്ങി. ഒരു പാവപ്പെട്ട പയ്യൻ മതിയെന്ന് അമ്മയാ പറഞ്ഞ്. അങ്ങനെയാ ഹരിയെ കണ്ടെത്തിയത്. ഒരു നെഞ്ചിരിപ്പോടെ ഹരിയെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു. ഹരിയുടെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അനാഥയായി ജീവിച്ച കുട്ടികളെ അവർക്ക് ഇഷ്ടമല്ല. വഴിതെറ്റിയുണ്ടായ പിള്ളേരാണ് അവരെന്ന അച്ഛനും അമ്മയും പറഞ്ഞു നടന്ന്. അതുകൊണ്ട് എന്നെയും നവീനെ അവർ അകറ്റി നിർത്തിയത്. ഹരിയുടെ ഭാര്യ മഹി അനാഥയാണെന്ന് അറിഞ്ഞപ്പോൾ, അമ്മയാവാൻ കുറവുള്ളവളാണെന്ന് അറിഞ്ഞപ്പോൾ ആ അവസരം അവർ മുതലെടുക്കുകയായിരുന്നു. എൻ്റെ അവസ്ഥ മഹിക്കുണ്ടാവാതിരിക്കാൻ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടും സമ്മതിച്ചില്ല അവർ. ഹരി വേദനയോടെ തലകുനിച്ചു. പക്ഷെ പണം കണ്ടപ്പോൾ ഹരി അവൾ ഒഴിവാക്കി. അതറിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇനി ഹരിയുടെ ജീവിതം ഞാൻ തീരുമാനിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാ വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ടും നിങ്ങളുടെ ഭാര്യയായി ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കാഞ്ഞ്. ഗീതു പറഞ്ഞു കേട്ട് ഹരി ഞെട്ടലോടെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതേസമയം നവീൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം അഞ്ജലി, ഞാനൊന്നും അറിയാതെ നിന്നെ. ഗീതു അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറഞ്ഞു. ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥാണ് ഹരി. അതുകൊണ്ടാ നവീൻ വീണ്ടും എന്നിലേക്ക് തിരിച്ചു വന്ന്. എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ വേണം. ഞാൻ ഹരി ഒരിക്കലും എൻ്റെ ഭർത്താവായി കണ്ടിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കണം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. ഹരി ഒന്നും പറയാനാവാതെ തരിച്ചു നിന്നു. കുഞ്ഞിനെ ഗീതുവിൻ്റെ കയ്യിൽ കൊടുത്ത് നവീൻ ഹരിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഹരി, എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഇവിടെയേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞ്. ഹരി മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ സ്വാർത്ഥതയിൽ അകന്നുപോയവരെ. ഞങ്ങളിനി ഹരിയായിട്ട് വീണ്ടും അകറ്റരുത് പ്ലീസ്. എനിക്ക് അവളെയും കുഞ്ഞിനെയും വേണം. ഹരി ഒരു നിമിഷം നവീനെയും ഗീതുവിനെയും കുഞ്ഞിനെയും നോക്കി ശേഷം പറഞ്ഞു, നിങ്ങൾ ജീവിച്ചോളൂ, ഞാൻ പോയിക്കോളാം. എല്ലാം അവസാനിപ്പിക്കാൻ എനിക്ക് സമ്മതമാണ്. അങ്ങനെ ഹരിയും ഗീതവും ബന്ധം വേർപ്പെടുത്തി. നവീൻ ഗീതുവിനെയും കുഞ്ഞിനെയും ബാംഗ്ലൂർ കൊണ്ടുപോയി. ആ വലിയ വീട്ടിൽ ഹരി തനിച്ചായി. ഭയാനകമായ ഏകാന്തത അവനെ അവിടെ മൂടി. സായിയിട്ട് ഹരി സ്വന്തം വീട്ടിലേക്ക് ചെന്നു. മകന്റെ അവസ്ഥ കണ്ട് അംബിക വേദനയോടെ നോക്കി. മോനെ, എത്ര ദിവസമായിട്ടാ നീ ഇരിപ്പ് തുടങ്ങിയിട്ട്? ഭക്ഷണം പോലും നേരെ ചെവ്വേ കഴിക്കുന്നില്ല. അമ്മയ്ക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ മോനെ. അമ്മേ, ഗീതു നവീനും വിവാഹം പോലും കഴിക്കാതെയാ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയത്. വിധി അവർ അകറ്റിയിട്ടും അവൾ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടും എന്തിന്? വീട്ടുകാരുടെ ഭീഷണി എൻ്റെ കൂടെ 2 വർഷം കഴിഞ്ഞിട്ടും അവളുടെ മനസ്സിൽ നവീൻ മാത്രമായിരുന്നു. അവന് വേണ്ടി മാത്രം കാത്തിരുന്നു. ഒടുവിലാവൻ വന്നു അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോയി. ഒരു പെണ്ണിൻ്റെ മനസ്സിൽ തൻ്റെ പാതിയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ ഗീതുവിൽ നിന്ന് മനസ്സിലാക്കി. ഇതുപോലെ ആയിരുന്നില്ലേ അമ്മ എൻ്റെ മഹിയും? ഞാൻ എന്തുകൊണ്ട് അവളെ മനസ്സിലാക്കിയില്ല? അതിന് നീ അവളെ സ്നേഹിച്ചിട്ടുണ്ടോടാ? പേരിനൊരു താലി കെട്ടി നിന്റെ ഭാര്യയാക്കി. ഒടുവിൽ കുറച്ച് പണം കയ്യിൽ വന്നപ്പോ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവന്റെ ഒരു പ്രസംഗം. അച്ഛാ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. ഒരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്നറിയാം. മഹിയുടെ കാല് പിടിച്ച് മാപ്പറിട്ടാണെങ്കിലും നമുക്ക് പോയി കൊണ്ടുവരാം. എനിക്ക് അവളെ വേണം അച്ഛാ. ഞാൻ വരില്ല, നിനക്ക് വേണമെങ്കിൽ പോവാം. അവളെ കാണാൻ മാപ്പ് പറയാം. അവളെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. ശരി, ഞാൻ പോവാം. എന്നെ മഹി വിളിച്ച് അവൾ വരും.
പിറ്റേന്ന് രാവിലെ ഹരി ശ്രീനന്ദനത്തിലേക്ക് പുറപ്പെട്ടു. ബെല്ലടിച്ചപ്പോൾ വാതിലോർന്ന് ശ്രീദേവിയായിരുന്നു. ഹരി ഞെട്ടിലോടെ നോക്കി. അല്ല, മേഡം എഴുന്നേറ്റോ? ഇപ്പൊ ഓക്കെ ആണോ? അതെന്താ ഹരി അങ്ങനെയൊരു ചോദ്യം? എന്നെ കണ്ടാലറിയില്ലേ? എന്നെ നോക്കാൻ വന്ന ആളെ എന്നെ നന്നായി നോക്കി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. അല്ല, ഹരി എന്താ ഇവിടെ? അവനെ കാണാൻ വന്നാണോ? ശ്രീദേവി ചോദിച്ചു. അല്ല, ഞാൻ മഹാലക്ഷ്മിയെ കൊണ്ടുപോവാന്നാ. അയ്യോ, ലക്ഷ്മി ദേവൂട്ടനോടൊപ്പം പുറത്തു പോയേക്കാം, ഇപ്പൊ വരും. അപ്പോഴാണ് അകത്തുനിന്ന് കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടത്. ശ്രീദേവി പെട്ടെന്ന് അകത്തേക്ക് കയറി. അപ്പോഴാണ് ഹരി അത് കാണുന്നത്. ഒരു വലിയ തൊട്ടിൽ കിടക്കുന്ന 4 മാസം പ്രായമുള്ള 2 ഇരട്ട കുട്ടികളെ ഹരി പുഞ്ചിരിയോടെ നോക്കി നിന്നു. എൻ്റെ മോൻ്റെ കുട്ടികളാ, 4 മാസേ ആയുള്ളൂ. സാറിന്റെ വിവാഹം വീണ്ടും കഴിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. എല്ലാവരെയും അറിയിച്ച് നടത്തിയ വിവാഹ ജീവിതം 1 വർഷം കൊണ്ട് തകർന്നില്ലേ? അതുകൊണ്ട് അവൻ പറഞ്ഞു, 2ാമത്തെ വിവാഹം ആരും അറിയണ്ടെന്ന്. അതുകൊണ്ട് ആരെയും അറിയിച്ചിട്ടില്ല. അപ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഹരി തിരിഞ്ഞു നോക്കിയപ്പോൾ രുദ്രനോടൊപ്പം അകത്തേക്ക് കയറിയിരുന്ന മഹിയെ കണ്ട് ഹരി തരിച്ചു നിന്നു. ചുവന്ന പട്ടുസാരിയിൽ വെളുത്ത് ചുവന്ന അതിസുന്ദരിയായിരിക്കുന്ന അവൾ. കഴുത്തിൽ നല്ല കനമുള്ള താലിമാല, നെറ്റിയിൽ നീട്ടി വരച്ച സിന്ദൂരവും. ഒറ്റനോട്ടത്തിലായിരിക്കും മനസ്സിലായി ശ്രീദേവി പറഞ്ഞ രുദ്രന്റെ 2ാം വിവാഹം അത് മഹിയുമായിട്ടാണെന്ന്. ഈ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. മക്കള് വന്നോ? ദേ 2ആളും എഴുന്നേറ്റ് കരച്ചിൽ തുടങ്ങി. മോളെ ലക്ഷ്മി, കൊണ്ടുപോയി മക്കൾക്ക് പാൽ കൊടുക്ക്, വിശക്കുന്നുണ്ടാവും. ഹരിയും നോക്കുപോലും ചെയ്യാതെ 2 കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്ത് ശ്രീദേവി മഹി അവിടുന്ന് പോയി. ഹരി ഒരു നോവോടെ നോക്കി നിന്നു. അപ്പോഴാണ് രുദ്രൻ ഹരിയെ വിളിച്ചത്. ഹരി. ഹരി തിരിഞ്ഞു നോക്കി. ഒന്ന് പുറത്തേക്ക് വരുമോ? ഹരി രുദ്രനൊപ്പം പുറത്തേക്ക് നിന്നു. മഹാലക്ഷ്മി ഹരിയുടെ ആദ്യ ഭാര്യയായിരുന്നല്ലേ? ഞെട്ടലോടെ ഹരി രുദ്രനെ നോക്കി. എനിക്കറിയാം ഹരി, എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും. ഹരിയുടെ അച്ഛനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹരി ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. തൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞല്ല. നോക്ക് ഹരി, മഹാലക്ഷ്മി ഇപ്പം എൻ്റെ ഭാര്യയാണ്. നിയമപ്രകാരം ഞാൻ താലികെട്ടി എൻ്റെ ഭാര്യ. ഇപ്പം എൻ്റെ മക്കളുടെ അമ്മയും. താൻ കണ്ടില്ലേ? തന്നെ ഒന്ന് നോക്കിയത് പോലും ഇല്ല അവള്. അതിനർത്ഥം അവളുടെ മനസ്സിൽ താനില്ലെന്നാ. സർ, ഞാൻ... വേണ്ട ഹരി, ഒന്നും പറയണ്ട. എനിക്ക് കേൾക്കാൻ വേണ്ട. ഹരി പോയിക്കോളൂ, ഇനി ഇവിടെ വരരുത്. അത്രയും പറഞ്ഞുകൊണ്ട് രുദ്ര അകത്തേക്ക് പോയി. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഹരി തിരിച്ചു നടന്നു. ഹരി പോകുന്നു നോക്കി മഹി ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു. രുദ്രൻ പിന്നിലൂടെ ചെന്ന് മഹിയെ ചേർത്ത് പിടിച്ചു. എന്താണോ സങ്കടമുണ്ടോ തനിക്ക്? എന്തിന്? എല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് പടിയിറങ്ങിയത്. അതുപോലെ എല്ലാം പറഞ്ഞിട്ടാ എൻ്റെ ദേവേൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. ഒരു പുഞ്ചിരിയോടെ പറയുന്നവളെ രുദ്രൻ ചേർത്ത് പിടിച്ചു. ഹരി വീട്ടിൽ വരുമ്പോൾ വേണു അംബികയും ഉമ്മറത്തന്നെ ഉണ്ടായിരുന്നു. അവൾ വന്നില്ലേ മോനെ? ഹരി വേദനയോടെ വേണുവിനെ നോക്കി. ശേഷമെല്ലാം അംബികയോട് പറഞ്ഞു. ഒരു മരവിപ്പോടെ അംബിക വേണുവിനെ നോക്കി. വേണുവിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീയൊക്കെ കുറെ വേദനിപ്പിച്ചും കരയിപ്പിച്ചും ഇറക്കി വിട്ട എൻ്റെ മകള് ഇപ്പൊ ആ വീട്ടിലെ റാണിയെ പോലെയാ ജീവിക്കുന്നത്. അത് മാത്രമല്ല, ഇരട്ട കുട്ടികളുടെ അമ്മയും കൂടിയാ. നീ അന്ന് പറഞ്ഞല്ലോ ചികിത്സയിലൂടെയും മരുന്നിലൂടെയും കിട്ടുന്ന കുഞ്ഞിന് കുറവുകളുണ്ടാവുമെന്ന്. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നീ എന്തെങ്കിലും കുറവുണ്ടോടാ? എന്നോടൊന്നും പറഞ്ഞില്ല. ഇവൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾക്കെല്ലാം പറയായിരുന്നില്ലേ? ഇവൻ നേരിട്ട് കാണട്ടെ എന്ന് കരുതി. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇവൻ അറിയണം തൻ്റെ പാതിയിൽ മറ്റൊരു അവകാശം ഉണ്ടെന്ന് അറിയുമ്പോഴുള്ള വേദന. എൻ്റെ മോളത് ഒത്തിരി അറിഞ്ഞതാ. അറിയാൻ മാത്രമല്ല, അനുഭവിക്കുകയും ചെയ്തു. ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ ആ വേദന എത്ര വലുതാണെന്ന്? ഹരി നിറഞ്ഞ കണ്ണുകളോടെ വേണുവിനെ നോക്കി. നീ ഇനി എത്ര കരഞ്ഞിട്ടും കാര്യമില്ല. അന്ന് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. യഥാർത്ഥ മഹാലക്ഷ്മി ആരായിരുന്നു എന്ന് ഒരിക്കലും മനസ്സിലാവുമെന്ന്. ഇപ്പൊ മനസ്സിലായ 2ആൾക്കും. ഈ വീടിന്റെ മഹാലക്ഷ്മി ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അല്ല, ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് മോനൊന്ന് മനസ്സിലാക്കി വെച്ചോ, ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടില്ല. പോയാ പോയത് തന്നെയാ. അതുകൊണ്ട് മഹിമോളെ നീ അങ്ങ് മറന്നേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് വേണു അകത്തേക്ക് പോയി. മകനെ വേദനയോടെ നോക്കിയിട്ട് അംബികയും പോയി. ഹരി നിറകണ്ണുകളോടെ അവന്റെ മുറിയിലേക്ക് നടന്നു.